നീതി ആയോഗിൻ്റെ റീസെൻറ്റ് റിപ്പോർട്ട് പ്രകാരം എക്സ്പോർട്ട് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സ് 2024 19ാം സ്ഥാനത്തായിരുന്ന കേരളം ഇന്ന് 11ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. പെട്രോളിയം, സ്പൈസസ്, IT, റബ്ബർ, കയർ ഇതെല്ലാമാണ് കേരളത്തിൽ നിന്ന് കടൽ കടന്നത്. അതേസമയം കേരളത്തിൻ്റെ വളർച്ചയെ പിന്നോട്ടടിക്കുന്ന പല കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കളുടെ മൈഗ്രേഷൻ ആണ് ഇവയിൽ പ്രധാനമായും ഉള്ളത്. പ്രായമായവരുടെ എണ്ണം കൂടുന്നതാണ് മറ്റൊരു ഭീഷണി. നിലവിൽ ജനസംഖ്യയുടെ 16% 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇവരുടെ ക്ഷേമത്തിന് കൂടുതൽ പണം കണ്ടെത്തേണ്ടത് സാമ്പത്തികമായി തിരിച്ചടിയാണ്. കേരളം ഒരു സർവീസ് ഓറിയന്റഡ് എക്കോണമിയായി മാറുമ്പോഴും IT പോലുള്ള മേഖലകളിൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയെ തുടരുകയാണ്. ഇവിടെയാണ് ഫിനാൻഷ്യൽ സർവീസസ്, ഫിൻടെക് തുടങ്ങിയ മേഖലകളുടെ സാധ്യതയും കാണപ്പെടുന്നത്. സർ, അതുപോലെ കേരളം എന്ന് പറയുന്ന ഒരു സർവീസ് ഓറിയന്റഡ് എക്കോണമിയാണ്. മാനുഫാക്ചറിങ് അതുപോലെ മിനറൽ റിസോഴ്സസും അധികം ഇല്ല. പക്ഷേ സർവീസസ് എക്കോണമി എടുക്കുമ്പോഴും നമ്മുടെ IT സർവീസാണ് നമ്മുടെ മെയിൻ ഹബ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനും ടൂറിസവും ഒക്കെ കുറച്ച്, ഹെൽത്ത് കെയർ ഒക്കെ നമുക്ക് കുറച്ചൊക്കെ ഉണ്ട്. ഫിനാൻഷ്യൽ സർവീസസ് വലിയൊരു മേഖലയാണ്. കാരണം ബാങ്കിങ്, പേരുകേട്ട പല ബാങ്കേഴ്സും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഫിനാൻസ് മിനിസ്റ്റർ എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഒരു ഫിനാൻഷ്യൽ സർവീസിന് അങ്ങൊരു ഹബ്ബാകാനുള്ള സാധ്യതകളുണ്ട്. ഫിനാൻഷ്യൽ സർവീസസ് ഇപ്പോൾ ലോകത്തെല്ലാം വലിയ തോതിൽ ഡെവലപ്പ് ചെയ്ത് വരുവാണ്. ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജിക്കൽ പ്രൊഡക്ട്സ് ഉണ്ട്, ബിസിനസ് പ്രൊഡക്റ്റ് ഉണ്ട്, രണ്ട് തരത്തിലുണ്ടല്ലോ. ഈ കേരളീയർക്ക് ഈ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ളതിനൊന്നും ഇപ്പോഴും വാസ്തവത്തിൽ ഗുജറാത്തോ മഹാരാഷ്ട്രയോ ഒക്കെ ഉള്ളതുപോലെ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുമില്ല. കേരളത്തിൻ്റെ ഒരു പരിമിതി വേണമെങ്കിൽ പറയാവുന്നത് അതാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചാനലൈസ് ചെയ്ത് ബാങ്കിൽ കിടക്കുക എന്നുള്ളതല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചാനലൈസ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ വരാൻ പറ്റത്തില്ല. എത്ര പല സ്റ്റേറ്റുകളെക്കാളും നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ട് നമ്മുടെ മലയാളിക്ക്. വിദേശത്തു നിന്നുള്ള നിക്ഷേപം വരുന്നതിനകത്ത് ഇപ്പോഴും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നു തന്നെയാണല്ലോ കേരളം. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം.